1-2 പ്രേമം അതെങ്ങനെ മാനേജ് ചെയ്തായിരുന്നു? ഇത് മാനേജ് ചെയ്യുന്ന കാര്യമൊന്നുമില്ലല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്ന് ഫോണില്ല, മൊബൈലൊക്കെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ കോളേജിലും ഫോണൊക്കെ ഇല്ലേ? കോളേജ് എത്തിയപ്പോഴാണ് ഈ ഫോണൊക്കെ ഇതായ സമയം. ഞാൻ പറഞ്ഞ മറ്റേതാകുമ്പോ മറ്റേ ഹോട്ട്മെയില്, ജിമെയിൽ, മറ്റേ യാഹൂ ചാറ്റ് ഒക്കെ ഉള്ള സമയമാണ് ഇതൊക്കെ. അപ്പൊ വല്ലപ്പോഴും ഒരു ഐ ലവ് യു, പിന്നെ കാണുമ്പോഴുള്ള സാധനവും ലോട്ടവും ലുക്ക് എക്സ്ചേഞ്ചും, കൈ ജസ്റ്റ് പോകുമ്പോ കൈ പിടിക്കുക, പരിപാടികളൊന്നും നടക്കൂലല്ലോ. പക്ഷെ എനിക്ക് ആ സമയത്തും നടന്നിരുന്നു എന്നുള്ളതാണ്. മൊട്ടമാടി, വാട്ടർ ടാങ്ക്, മൊട്ടമാടിയൊക്കെ ഉണ്ട് ആ സൈഡിലൊക്കെ. ചെന്നൈ അല്ലേ ഇത്? നാട്ടിലാണെങ്കിൽ അടി പാർസൽ തന്നെ ഞാൻ നാട്ടുകാർ അല്ലി കൊന്നേനെ. ഇതൊക്കെ ഒരു മെട്രോ സിറ്റിയിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ നടക്കുന്ന പ്രാക്ടിക്കൽ. ഇതാണ് ഞാൻ എടുത്തു പറയുന്നത്. ഇതൊന്നും ഇവിടെ ട്രൈ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇപ്പൊ പിന്നെ അതെല്ലാം ഫോൺ വഴി എല്ലാം ഓപ്പൺ ആയി. ഇപ്പൊ അതൊന്നല്ല. കോളേജിൽ ഇത് എങ്ങനെയാ മാനേജ് ചെയ്തതെന്ന്? സ്കൂളിൽ തന്നെയുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ C സെക്ഷനിൽ ഉണ്ടായിരുന്ന ജമാൽ എന്ന് പറഞ്ഞൊരു സുഹൃത്ത്, ഞാൻ A സെക്ഷനിൽ പഠിക്കുന്നു. അപ്പൊ എന്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. ഓക്കെ, ഇപ്പൊ തൽക്കാലം ശ്രേയ എന്ന് പേരിടും. കാരണം അവരൊക്കെ ഇപ്പോഴും പരിചയത്തിലുള്ള ആൾക്കാരാണ്. എന്റെ സുഹൃത്താണ് ശ്രേയ. ഓക്കെ, അവന്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. ഓക്കെ, സ്വാതി എന്ന് വെച്ചു. സ്വാതിയും ശ്രേയ എന്ന് വെച്ചാൽ എല്ലാ ഗ്യാങ്ങിന്റെ കൂടെയും ഒരു 4-5 പെമ്പിള്ളേരുണ്ടാവും. ചാർലീസ് ഏഞ്ചൽസ് ഒക്കെ പറഞ്ഞ പോലെ ഒരു ഗ്യാങ് ഉണ്ട്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. ഓക്കെ, എന്നുവെച്ചാൽ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ഡീസലും പോവും, പെട്രോളും പോവും, എല്ലാം എന്തും. അപ്പോ അങ്ങനെ അപ്പൊ ഇവൻ ഒരു ദിവസം ജമാല് തന്നെ കേട്ടോ. ഈ ജമാൽ എന്നോട് വന്നിട്ട് പറഞ്ഞു, C സെക്ഷനിൽ പഠിക്കുന്ന ജമാലിന് എന്റെ ബാച്ചിലുള്ള ശ്രേയനോട് താല്പര്യം. അപ്പൊ ഞാനാണ് എന്റെ ബാച്ചിലെ ഗ്യാങ് ലീഡർ മെയിൻ. അവന്റെ ഗ്യാങ് ലീഡർ അവന്റെ ബാച്ചില്. അപ്പൊ ജമാല് പറഞ്ഞു, ഒരു മീറ്റിംഗ് വെക്കണം മച്ചാന്ന് പറഞ്ഞു. ഞാൻ ചെന്ന മച്ചാ എന്നാ വിഷയം? അപ്പൊ ഇതൊക്കെ വേറൊരാള് ദൂത് വിട്ടിട്ട് നമ്മൾ പറയാം. നമ്മൾ ഡയറക്റ്റ് മിണ്ടൊന്നുമില്ല ഇങ്ങനെയൊന്നും. കാരണം അവൻ വേറെ ഗ്യാങ് ലീഡർ ആണല്ലോ. 10ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പൊ അവൻ പറഞ്ഞ്, அவனை பார்க்கணும்னு சொல்லி இந்த பேக்கரிக்கு வர சொல்லுன்னு പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവൻ சொல்ற இடத்துக்குலாம் நான் வரமாட்டேன், நான் சொல்ற இடத்துக்கு അവനെ വര சொல்லுന്ന് പറഞ്ഞ. കാരണം അവന്റെ ആണല്ലോ ആവശ്യം. ഞാൻ വേറൊരു ബേക്കറി പറഞ്ഞു. ബേക്കറി രണ്ടും ബേക്കറി തന്നെ. ഓക്കെ, ഞാനൊരു ബേക്കറി പറഞ്ഞ് ആ ബേക്കറിയിൽ ഇവൻ വന്ന്. അപ്പോൾ ഇവൻ വരുന്നതെന്ന് വെച്ചാൽ 2 ബൈക്ക്, ബാക്കിലൊരു കാറ്. പഴയ ടാറ്റാ സോമോയില് 5 വെത്ത് വരില്ല. ഇത് ഈ തെലുങ്ക് പടത്തിലുള്ള പോലെയാണ് സ്കൂൾ ലെവൽ. സ്കൂൾ ലെവലൊക്കെ പ്രത്യേകിച്ച് ഞങ്ങൾ താമസിക്കുന്ന അണ്ണാനഗർ എന്നൊക്കെ പറഞ്ഞ സ്ഥലം എന്ന് വെച്ചാൽ ഇതെല്ലാം ഗ്യാങ്ങും പരിപാടി. ഇതൊക്കെ പറയണെന്ന് വെച്ചാൽ ഈ ഏരിയയിലാണ് വിശാല് പഠിച്ചത്, ആര്യ പഠിച്ചത്, ശ്രീകാന്ത് നടൻ, ഇവരൊക്കെ ഗ്യാങ്ങുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെ അവിടുത്തെ പിള്ളേർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സൂര്യയുടെ നീ വാരണമായിരം കണ്ടു കഴിഞ്ഞാൽ ഏത്തി എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഇല്ലേ, അത് ഫുൾ അണ്ണാനഗർ ടവർ. ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ഗ്യാങ് ഉണ്ടാവും, ഹോക്കി സ്റ്റംപ്, അടി പിടി, ഇതൊക്കെ വേറെ തന്നെ ഒരു കൾച്ചറാണ്. അപ്പോ ഈ സ്കൂളിലെ പെണ്ണിനെ വളച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് പോയിട്ട് അടി ഉണ്ടാക്കുക എന്ന് വെച്ചിട്ട് ക്ലാസ്സിൽ തന്നെ അടി അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതൊക്കെയാണ് പ്രധാന വിഷയം. പെണ്ണേഴ്സ്, പരിപാടി, കാര്യങ്ങൾ, ഇത് മാത്രമേ ഉള്ളൂ പ്രധാന വിഷയം. അങ്ങനെ എനിക്ക് ജമാൽ എന്നോട് വന്നിട്ട് കാണണമെന്നുണ്ട്. കാരണം ജമാൽ ഞാനൊരു മീറ്റിങ്ങിന്റെ സാധ്യത പോലും ഇല്ല. ജമാൽ പറഞ്ഞു പാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പോയി. ജമാൽ എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജമാലിന്റെ ബാക്കിൽ സ്വാതി ഇരിപ്പുണ്ട്, എന്റെ ബാക്കിൽ ശ്രേയുണ്ട്. എൻ്റെ കൂടെ. ഇപ്പൊ ഞാൻ ബാക്കിൽ നിൽക്കുന്നു, ശ്രേയ ബാക്കിൽ നിൽക്കുന്നു, ബാക്കി എന്റെ ഗാങ്ങിലുള്ള 4-5 പേരുണ്ട്, അവന്റെ ഗാങ്ങില് 6-7 പേരുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാന് എനിക്ക് ശ്രേയാവ് പിടിച്ചെടുക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ഇപ്പൊ ബാക്ക് എന്റെ ബാഗ് എന്നൊക്കെ പറഞ്ഞ അവന്മാര് ബാഗ്. അപ്പൊ ഞാൻ ഇതൊക്കെ സത്യം കേട്ടോ, നീ തള്ളോന്നിരിക്കരുത് കറാന്ന് പറഞ്ഞു. എന്നാ പേസറെന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞു, സ്വാതിയെ നീ വെച്ചുക്കോ, ശ്രേയ വേനക്കൂടെന്ന് പറഞ്ഞു. ഓക്കെ, സ്വാതിയെ നീ വെച്ച്, ഇവന്റെ കൂടെയുള്ള സ്വാതിയെ നീ വെച്ചുക്കോ, ശ്രേയ വേനക്കൂടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് സ്വാതിനെ നോക്കിയപ്പോ സ്വാതി എന്തായി പറയണ, ഇതെന്താണ് ഇവ എക്സ്ചേഞ്ച്. അപ്പൊ ശ്രേയ എന്നെ നോക്കിയിട്ട് ശ്രേയയും ഇത്. പക്ഷെ എനിക്കും ജമാലിന്റെ ഉള്ളില് ഡീലിങ്, എനിക്കാണെങ്കിലല്ലേ ഇത് പഴയ വടിവേലിന്റെ കോമഡി ഉണ്ട്, അക്കാവ നീ വെച്ചുക്കോ ബേക്കറി എനക്ക് அந்த ഡീലിങ് ரொம்ப പിടിച്ചത്. പക്ഷെ ആ ഡീലിങ് എനിക്കാണെങ്കിൽ ഈ സ്വാതിയോടെ ഒരു ഇഷ്ടക്കുറവില്ല താനും. കണ്ട് മടുത്തു. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ നോക്കിട്ട് പറഞ്ഞു, ഉള്ളിലാണെങ്കിൽ ആഗ്രഹം ഉണ്ട് താനും എക്സ്ചേഞ്ചിന്. പറഞ്ഞു
മറ്റേ അളവക്കധികം ആസപ്പെടാമ്പിളിയും അതുപോലത്തെ എന്തോ ഒരു കൂറ ഡയലോഗായിട്ട് ഞാൻ അടിച്ചിട്ട് നടക്കുക. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒറ്റ ഡയലോഗ് കൊണ്ട് ഞാൻ ആരായി? ഹീറോ. ഹീറോ. സ്വന്തം കൂടെയുള്ള ജമാൽ ആരായി? ചെറ്റ. അതെ അതെ, ജമാൽ ആരായി? കാരണം അത് വെച്ചു വിഷയം. അത് സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന കൂടെ നടക്കുന്ന കൂട്ടുകാരിനെ അത് വെച്ചിട്ട് എക്സ്ചേഞ്ച്. അതെ അതെ, എനിക്കാണ് ഡീലിംഗ് ഓക്കെ ആയിരുന്നു. പക്ഷെ എന്റെ അന്നത്തെ പിറ്റേ ദിവസം തൊട്ട് ശ്രേയ എന്റെ അടുത്ത് മറ്റേ എന്താ പറയണ്ടേ, നിങ്ങൾ ദൈവം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ സ്വാധീനമായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലായി. കാരണം എന്താ, സ്വാതി ഇംപ്രസ്ഡ് ആയി. അതെ അതെ, ഇത് കേൾക്കണ ഒരു കല്ല് 2 മാങ്ങ. എന്തായി? ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ലുക്കൊന്നും വേണ്ട. അതെ, ഞാൻ വേറെ ഈ ദിവ്യേച്ചിനെ വളരെ പേഴ്സണൽ കഥകളാണ്. ദിവ്യേച്ചിനെ കൊണ്ടുവന്നിട്ട് മലർവാടി ആർട്സ് ക്ലബിന്റെ Day 1 റിലീസിന് അന്ന് ദിവ്യേച്ചിനെ ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട് കൊച്ചിയിൽ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പടം കാണിച്ചിട്ട് പിന്നെ കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഒരു കഥ കേട്ടിട്ടുണ്ട് ഞാൻ. അതൊക്കെ ഒരാളെ പ്രേമിച്ച് ഒറ്റൊരാളെ വൺ വുമൺ മാൻ. പക്ഷെ ആ ലെവൽ ഓഫ് ആ ലെവൽ ഓഫ് ഡെഡിക്കേഷൻ എപ്പോഴെങ്കിലും ഞാൻ ചേട്ടൻ ചെയ്തിട്ടുണ്ടോ? ആ ലെവൽ ഓഫ് എല്ലാവരുടെ കൂടെ ചെയ്തിട്ടുണ്ട്. അതാണ് നീ മനസ്സിലാക്കേണ്ടത്. എടാ, ഈ ഡെഡിക്കേഷനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത്. കാരണം നമ്മൾ സ്നേഹിക്കുന്ന കുട്ടിയോട് നമ്മൾ തോന്നിപ്പിക്കണം നീയാണ് എൻ്റെ എല്ലാം. അതാണ് അന്നത്തെ കാലത്ത്. അതാണ് ഒരേ സമയം ഇപ്പൊ ഒരു 5 പെമ്പിളേരുണ്ടെന്ന് ഇതെങ്കിൽ ഞാൻ അന്നൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പൊ ഒന്നുമില്ല. അന്നൊക്കെ ആണെങ്കിൽ ഞാൻ കത്തിയെ കൊണ്ട് നടക്കുക. ഫസ്റ്റ് ചോദിക്കുന്ന സാധനം എന്നറിയാമോ? എനക്കാകെ ഊരെ കുടിപ്പിയ, ഉണക്കാകെ നണ്ടി പാടറേ. ഇതൊക്കെയാണ് അവിടെ വർക്കൗട്ട് ആവുക. മനസ്സിലായില്ലേ? ഉണ്ണാണിക്കാൻ ഒരു നാൾ കൂടെ ഇല്ല, മൂച്ച് ഇതൊക്കെയാണ് ശ്വാസം എല്ലാം. ഇനി ഇതൊക്കെ വർക്കാണ്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മൂച്ച് വീട്ടിൽ പറയും, ഇവിടെ വർക്കൗട്ട് ആവൂല. അവിടെ അത് വർക്കാ. എന്നോട് ഇതേപോലെ ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിലിരിക്കുക. അപ്പോ പേര് പറയാം. അപ്പൊ എന്റെ ക്ലാസ്സിലുള്ള ഇത് ഞാൻ എവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്ക് ബെഞ്ചിലിരിക്കുക ഞാൻ. ക്ലാസ് ഫ്രീ പീരീഡാ. ഫ്രീ പീരീഡിൽ ഇരിക്കുന്ന സമയത്ത് ഏറ്റവും ബാക്കിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ അന്ന് താല്പര്യമൊന്നുമില്ല. അപ്പൊ എന്റെ ക്ലാസ്സിലാണെങ്കിൽ ശരണ്യാദേവി, ഉമാദേവി പോലത്തെ ചില +2 വേറെ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അങ്ങനത്തെ നാടൻ പാവം പിടിച്ച കുട്ടികൾ. അപ്പൊ അതിൽ കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടിയേ ഉള്ളൂ. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു കുട്ടിയേ ഉള്ളൂ. അവളാണെങ്കിൽ പഠിക്കുകയും ചെയ്യും, അഹങ്കാരിയാണ്. അപ്പൊ ഇവള് ക്ലാസ്സിൽ ബാക്കിൽ ഇരുന്നിട്ട് എന്റെ അടുത്ത് വെച്ച് നിൽക്കുന്നുണ്ട്. എന്റെ അടുത്ത സുഹൃത്താ സയ്യിദിന് ആരെങ്കിലും കിട്ടിയാൽ മതി. ഓക്കെ, ആരെങ്കിലും. ആ അവസ്ഥയാണ്. പഠിക്കുകയില്ല, തോറ്റിരിക്കുകയാണ്. ക്ലാസ്സിന് സാറ് എല്ലാ ദിവസവും അടി കിട്ടുന്ന ഒരു സയ്യിദ്. അപ്പൊ സയ്യിദിന് ഇപ്പൊ ക്ലാസ്സിന് എന്റെ ഫ്രണ്ടിലിരിക്കുന്ന ഉമേഷ് വന്നിട്ട് പറഞ്ഞു, ശരണ്യാദേവി സയ്യിദ് ഒന്ന് ലവ് പண்றான்னு പറഞ്ഞു. അപ്പൊ പോ എന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ഉമാ സയ്യിദ് ഒന്ന് ലവ് പண்றான்னு പറഞ്ഞു. തരുതല എന്ന് പറഞ്ഞ ഇവരൊക്കെ ആട്ടി വിടുന്നു. അങ്ങനെ പെട്ടെന്ന് ഇവന് മച്ചാ ഉണക്ക് ഇതും സെറ്റ് ആവാതടാ വിട്ടറാ എന്നൊക്കെ പറഞ്ഞ് സയ്യിദ് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ ഈ പഠിപ്പിച്ചിട്ട് പെണ്ണിനെ വിളിച്ചിട്ട് ഗായത്രി ധ്യാനം ലവ് പண்றான்னு പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ഡേ മച്ചാ. ഇവള് പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഒരു ലുക്ക് അങ്ങനെ ധനാണം. അപ്പൊ ഇവൻ എന്നോട് മച്ചാ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇവൻ പിന്നെ എന്താ സംസാരിച്ചതെന്ന് അറിഞ്ഞൂടാ. ഇവള് ഇന്റർവ്യൂ ലഞ്ച് ബ്രേക്ക് ആയപ്പോ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പഠിക്കുന്ന കുട്ടി, ബുദ്ധിയുള്ള കുട്ടി, സൗന്ദര്യമുള്ള കുട്ടി, അത്യാവശ്യം പഠിക്കുന്ന ക്ലാസ്സിലെ പഠിപ്പിച്ചിട്ട് പെൺകുട്ടി. ഞാനാണെങ്കിലും ക്ലാസ്സിലേ പോവാത്ത അല്ല, ആ ഫ്രീ പീരീഡ് അന്ന് ഉള്ളതുകൊണ്ടാണെന്നൊന്നും ക്ലാസ്സിൽ പോയ എന്നെ രണ്ടുപേരെ കാണാന്നൊക്കെ വെച്ച്. അങ്ങനെ എന്നോട് വന്നിട്ട് അവൻ എൻകിட்ட சொன்னதெல்லாம் ഉണ്മയാന്ന് ചോദിച്ചു. അപ്പൊ ഇവ എന്തോ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഉണ്മതാ ഗായത്രി എന്ന് പറഞ്ഞു. എനക്കാകെ ഊരെ കൊടുപ്പൻ സൊന്നി അമ്മേ. അപ്പൊ ഞാൻ ഊരത്തരുത് ഒറ്റ ഡയലോഗാ, ഐ ലവ് യു ധ്യാൻ. ഒന്നുമില്ല. അപ്പൊ ഇവൻ എന്നിട്ട് അതിൻ്റെ അടുത്ത് വന്നിട്ട് മച്ചാൻ നോക്കി സെറ്റ് അയച്ചില്ല. എന്നിട്ട് ഇവന് ഞാൻ 500 രൂപയും കൊടുത്ത് സാധനം കഴിഞ്ഞ് 500 രൂപയും കൊടുത്ത്. പിന്നെ ഇവള് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, പിന്നെ എനിക്ക് മനസ്സിലായി. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് வீட்டில் அப்போ ரொம்ப ஸ்ட்ரிக்ட்டு, போன பர்த்டேக்கு ஃபோன் கேட்டேன் கொடுக்க மாட்டேன்றாரு, தயவு செஞ்சு எனக்கு ഫോൺ വാങ്ങി തരികയെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ ഫോണോ? അപ്പൊ എനിക്ക് കുറച്ച് ഇത് മനസ്സിലായി. പിന്നെ ഫോൺ അന്നേരം കുഴപ്പമില്ല, ഫോൺ വാങ്ങിച്ചു കൊടുത്തു. വീട്ടിന്നൊക്കെ മന്ദയിലാണ് ഒന്ന് രണ്ട് അന്ന് ഫോണൊക്കെ വന്ന സമയമാണ്, ചെറിയ സമയം. അങ്ങനെ ഫോണും കൊടുത്ത് സംസാരമൊക്കെ ആയി.
പിന്നെ അവള് എനിക്ക് വന്ന ഫോൺ കിട്ടിയതിന് ശേഷം അവൾക്ക് വേറൊരാളോട് സംസാരിക്കാനുണ്ടായിരുന്നു. പിന്നെ അവള് സ്കൂള് കഴിഞ്ഞപ്പോഴേക്ക് ലാസ്റ്റ് +2 മോഡൽ എക്സാമിന് തൊട്ട് ഒരു മാസം മുന്നേ ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവളെ കണ്ടതുമില്ല. എനിക്ക് തോന്നുന്നു ഇവക്ക് വേറെ ഏതോ ലവ് ഉണ്ടായിരുന്നു, അവനുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ക്ലാസ്സിൽ അത്യാവശ്യം പൈസ ഉള്ള സ്കെച്ച് തന്നെ എഴുതിയെന്ന് എനിക്ക് പിന്നെ സംശയമായി പോയി.